അങ്ങനെ ഒടുവിൽ തന്റെ തുണി അയച്ചിട്ടാടുന്ന വീഡിയോ പുറത്തായതിനു പിന്നാലെ ക്ഷമാപണവുമായി ഹൻസിക കൃഷ്ണ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഹൻസിക കൃഷ്ണയും കുടുംബവും എയറിലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനുള്ള പ്രധാന കാരണം ഹൻസിക കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത സബ്സ്ക്രിപ്ഷൻ വീഡിയോ ആണ്. ഏത് മറ്റേ മാറും വയറും ഒക്കെ തൊട്ട് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് തന്നെ. ഇനി എന്താണ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഇൻസ്റ്റാഗ്രാം സെപ്പറേറ്റ് ആയി നൽകിയൊരു ഫീച്ചറാണ്. പണം അടിച്ചാൽ മാത്രമേ അതിലുള്ള വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളും തുണി അയച്ചിട്ട് പണം സമ്പാദിക്കാനുള്ള ഒരു വരുമാന മാർഗമായിട്ട് അതിനെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഹൻസിക കൃഷ്ണ ഇങ്ങനെ ഒരു വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് അപ്ലോഡ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സംഭവം ലീക്കായി എന്നുള്ളതാണ്. അതോടെ ഹൻസികക്കും കുടുംബത്തിനും ഏറുന്ന ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതിനുശേഷം ചേട്ടത്തിയായിട്ടുള്ള ദിയ കൃഷ്ണ സ്വന്തം അമ്മായിമ്മയെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളും കൂടി ഇറക്കിയതോടെ ഇവരുടെ ഏറിപ്പോക്ക് പൂർത്തിയായി എന്നുള്ളതാണ്. ഇതിനുശേഷം ഹൻസികയ്ക്ക് സോഷ്യൽ മീഡിയയിൽ മാറ്റാത്ത ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്ത് പോസ്റ്റ് ചെയ്താലും അതിന് താഴെ തെറിവിടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് പിന്നെ അവളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്, അത് വേറെ കാര്യം. ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം ലക്ഷറായി ജീവിക്കാനുള്ള പൈസ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുന്നില്ലേ? പിന്നെ എന്തിനായിരുന്നു ഇതിന്റെയൊക്കെ ആവശ്യം? എന്തായാലും ഒരിക്കൽ പോലും ഹൻസികയുടെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു അപ്രോച്ച് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഹൻസികയുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയൂല. മൂപ്പര് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി എവിടെ പോയാലും ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് തന്റെ മക്കളെ കുറിച്ചാണ്. എന്റെ മക്കള് ലോകത്തിന് മാതൃകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് മക്കളെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ അഭിമാനിയായിട്ടുള്ള ഒരു അച്ഛന്റെ മകൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അഭിമാനിയായിട്ടുള്ള ഒരു അച്ഛന്റെ മകൾ ഇങ്ങനെ ലോ ക്ലാസ് ചീപ്പ് പെണ്ണുങ്ങളുടെ ലെവലിലേക്ക് താഴുമെന്ന് ഒരാൾ പോലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൻസികയുടെ ഈ ഒരു പ്രവൃത്തി ഹൻസികയെ മാത്രമല്ല ഹൻസികയുടെ കുടുംബത്തിനെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഉള്ളത് പറയാൻ ആ കുടുംബത്തിലുള്ള ഒരാൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഹൻസികന്റെ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ പുറത്തിറങ്ങിയതിനു ശേഷം ഹൻസികയും ഹൻസികന്റെ സഹോദരിയായിട്ടുള്ള അഹാനയും ഒരുമിച്ച് അഭിനയിച്ച ഒരു ആൽബം വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻസിന്റെ ഭാഗമായി ഹൻസികയും അഹാനയും ഒരുപാട് ഇന്റർവ്യൂകൾ ഓടി നടന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കമന്റ് ബോക്സിൽ വരെ പൂര തെറിവിളിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഹൻസികക്കും കുടുംബത്തിനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ബ്ലാക്ക് മാർക്കായി മാറി ഈ സംഭവം എന്ന് പറയാതെ വയ്യ. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനി മാപ്പ് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഹൻസിക എത്തുന്നത്. അതോടെ പുള്ളിക്കാരി മാപ്പുമായി രംഗത്ത് വന്ന് കേട്ടോ. നമുക്ക് എന്തായാലും പുള്ളിക്കാരുടെ മാപ്പ് പറച്ചിലൊന്ന് കണ്ടു നോക്കാം. പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ആയിട്ടാണ് സംഭവം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതും ഇംഗ്ലീഷിലാണ്. പേടിക്കേണ്ട, കാക്കണ്ടല്ലോ, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. അപ്പൊ നമുക്ക് നോക്കാം. ഹൻസികന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. നമസ്കാരം, ഞാൻ ഹൻസികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം 3 ആഴ്ച മുമ്പ് എന്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ഫീച്ചറിലൂടെ പങ്കുവച്ചൊരു വീഡിയോയുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് എന്റെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധയും മണ്ടത്തരവുമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഖേദമുണ്ട്. വളരെ നല്ല കാര്യം. ചെയ്ത പ്രവൃത്തിയിൽ ഇപ്പോഴെങ്കിലും ഖേദം ഉണ്ടായല്ലോ, വളരെ നല്ലത്. ഇതിനു വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ അടക്കമുള്ള ആളുകൾ ഹൻസികയെ വിമർശിച്ചത്. ഇപ്പോഴും ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് തുണയിച്ചിട്ട് പണം സമ്പാദിക്കുന്ന പല പെണ്ണുങ്ങളെയും നമ്മൾ വിമർശിച്ച സമയത്ത് അത് അവരൊരു വളമാക്കി എടുക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഹൻസികയുടെ കേസിലെങ്കിലും നേരെ തിരിച്ച് സംഭവിച്ചല്ലോ. ആള് ഖേദവുമായി രംഗത്ത് വന്നല്ലോ. ഇത്രയൊക്കെ നമ്മളും ആഗ്രഹിച്ചുള്ളൂ. എന്തായാലും ഖേദം ഉണ്ടായെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ബാക്കി അയച്ചു നോക്കാം. അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാനല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസമായി ഞാൻ ഏറെ വേദനയും പശ്ചാത്താപവും മനസ്സിന്റെ വേദനയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കേണ്ട സമയമാണിതെന്ന് എനിക്ക് തോന്നി. എന്നെ ഏറെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവർക്ക് ഇത് നേരിട്ട് എന്നിൽ നിന്നും കേൾക്കുന്നത് ഒരു വ്യത്യാസം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ ക്ഷമാപണം നടത്തുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ ഇപ്പോഴും അത് എന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതൊരു തെറ്റായിരുന്നു. മതിയായ ആലോചന ഇല്ലാതെ ഒരു നിമിഷത്തെ വികാരത്തിന് പുറത്ത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു അത്. പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്കതിൽ ഖേദം തോന്നി. പോസ്റ്റ് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ അത് ഉടനെ ഡിലീറ്റ് ചെയ്തു. ആ 5 മിനിറ്റ് തന്നെ ധാരാളമാണ് ഹൻസിക. 5 മിനിറ്റ് എന്നല്ല, 1 മിനിറ്റ് ആ സാധനം സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ ആളുകൾ അതെടുത്ത് പ്രചരിപ്പിക്കും. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു രീതി എന്ന് പറയുന്നത്. കൈവിട്ട് പോയത് തന്നെയാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം പബ്ലിക് ഫിഗർ ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള ഒരാൾ ഒരു വീഡിയോ 1 സെക്കൻഡ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി, ആളുകൾ അതെടുത്ത് പ്രചരിപ്പിക്കും. അതാണ് സോഷ്യൽ മീഡിയയുടെ രീതി എന്ന് പറയുന്നത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കി കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ബാക്കി പറഞ്ഞാലും ഭാഗ്യവശാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ സബ്സ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്ന ചിലർ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് വിവിധമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. പലരും അത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്തതാണെന്ന് ആരോപിച്ചു. ചിലർക്ക് അങ്ങനെ തോന്നാൻ കാരണം ഉണ്ടാകാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതിന് പിന്നിൽ അത്തരമൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ ഹൻസിക രണ്ടാമത് പറഞ്ഞത് ഓക്കെ, ഇങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി തുണി അയച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട ഗതികേടൊന്നും ഹൻസികയ്ക്കില്ല. ആവശ്യത്തിലധികം പ്രശസ്തി ഹൻസികക്കും കുടുംബത്തിനുമുണ്ട്, അത് സംഭവിച്ചെന്ന്. പക്ഷെ പണത്തിന് വേണ്ടിയല്ല ഇങ്ങനെ തുണി അയച്ചിട്ട് വീഡിയോ ചെയ്തതെന്ന് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
ഇച്ചിരി അല്ല, നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. പടത്തിന് വേണ്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്? അതുകൊണ്ട് ഒന്ന് വ്യക്തമായിട്ട് പറ. ചുമ്മാ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്ത് അപ്ലോഡ് ആക്കിയെന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. ഉള്ളത് പറയാലോ, ഇന്ന് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റിയൊരു ഫീൽഡാണ് ഈ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ തുണയ്ക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അതുവഴി ഇന്ന് പലരും ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നുണ്ട്. അത് കണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തത്. അത് നിങ്ങൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഇടയിൽ കൂടെ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ്. ബാക്കി അയച്ചു നോക്കാം. 20 വയസ്സുള്ള എനിക്ക് സ്വയം പരിപാലിക്കാൻ മതിയാകുന്ന വരുമാനം ലഭിച്ചിട്ടുണ്ട്. അത് സത്യമാണ് കേട്ടോ. പ്രൊമോഷനിലൂടെ തന്നെ അൻസിക മാസ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അൻസിക ഈ തുണയ്ക്കുന്ന പരിപാടിയൊക്കെ ഇറങ്ങി എന്നുള്ളതാണ്. അത് പിന്നെ മനുഷ്യന്റെ കാര്യമാണല്ലോ. ആരോ ഒരാൾ പണ്ടെങ്ങോ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യനെ മരിച്ച് കുയിലേക്ക് എടുക്കുന്നത് വരെ മനുഷ്യന് പണത്തോടുള്ള ആർത്തി തീരത്തില്ല എന്നുള്ളത്. 1 കിട്ടിയവന് 2 വേണം, 2 കിട്ടിയവന് 3 വേണം. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എത്ര പണം കിട്ടിയാലും മനുഷ്യന് മതിയാകത്തില്ല. അതുകൊണ്ട് തന്നെ എത്ര ലക്ഷറി ലൈഫ് കിട്ടിയാലും ഇനിയും ലക്ഷറി ലൈഫ് വേണമെന്ന് ആരും ചിന്തിക്കത്തുള്ളൂ. അങ്ങനൊന്നും ഇതിനെ കണ്ടാൽ മതി. ബാക്കി നോക്കാം. വർഷങ്ങളായി നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും നൽകിയ സ്നേഹവും പിന്തുണയും കാരണം പ്രശസ്തി എന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതോ കുറവായിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് സത്യമാണ്. ഇനി ഇവർക്ക് പ്രശസ്തി കൂടിപ്പോയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇടയ്ക്കിടെ വരാറുണ്ട് കേട്ടോ. കാരണം ഇവർ എന്ത് ചെയ്താലും അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറാറുണ്ട്. ഇത്രയുമാണ് അൻസിക പോസ്റ്റ് ചെയ്ത ക്ഷമാപണത്തിന്റെ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പേജിലേക്ക് കടക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്റെ സഹോദരി ഒരു വർഷത്തിലേറെ പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക് വീഡിയോ, അതിൽ ഞാനും അഭിനയിച്ചിരുന്നതാണ്. ഈ സംഭവത്തിന് വെറും 3 ദിവസങ്ങൾക്ക് ശേഷം ആ മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങാനിരുന്നതാണ്. എന്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഞാൻ ശരിക്കും ചിന്തിച്ചിരുന്നെങ്കിൽ എന്നല്ല, ചിന്തിക്കണമായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞാണെങ്കിൽ ഞാനും എന്റെ ചേട്ടത്തിയും ഒരുമിച്ച് അഭിനയിച്ച ഒരു മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങാനുണ്ട്. അതിനെ എന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ പ്രതികൂലമായി ബാധിക്കുമെന്ന് അപ്പോഴേ ചിന്തിക്കണമായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നു. പലരും ആ മ്യൂസിക് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ മ്യൂസിക് വീഡിയോയെ ഈ പറയുന്ന അൻസികന്റെ വീഡിയോ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അൻസികയെ ആളുകൾ വേറെ കണ്ണി കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. എനിവേ ബാക്കി അയച്ചു നോക്കാം. പ്രത്യേകിച്ച് റിലീസിന് തൊട്ടു മുമ്പ് എന്റെ ചേച്ചിയുടെ മ്യൂസിക് വീഡിയോയെ പ്രതികൂലമായി ബാധിക്കാമെന്ന് അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. സംഭവിക്കാനുള്ള സംഭവിച്ചു, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. ഭാഗ്യവശാൽ അത് മ്യൂസിക് വീഡിയോയെ പ്രതികൂലമായി ബാധിച്ചില്ലെങ്കിലും ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലെന്ന് ആളുകൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആ പറഞ്ഞ മനസ്സിലായോ? അതായത് തൊട്ടു മുമ്പ് അൻസിക പറഞ്ഞല്ലോ, ഈ പറയുന്ന അൻസികയും മഹാനയും ഒരുമിച്ച് അഭിനയിച്ച ഒരു മ്യൂസിക് വീഡിയോന്റെ ഏതാനും 3 ദിവസങ്ങൾക്ക് മുമ്പാണ് തന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്ക് ആയതെന്നുള്ളത്. അപ്പോൾ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ആ മ്യൂസിക് വീഡിയോ ഒന്ന് വൈറലാക്കാൻ വേണ്ടി മുൻകൂട്ടി തന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ അൻസിക ലീക്ക് ആക്കിയതാണ് എന്ന് പലരും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല സത്യം എന്നാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. എന്തായാലും ബാക്കി നോക്കാം. അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു തെറ്റായിരുന്നു. അതിലെനിക്ക് ആഴത്തിൽ ഖേദമുണ്ട്. ഒരു പക്ഷെ അത് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ചെയ്ത കാര്യങ്ങൾ മൂലം യഥാർത്ഥമായും നേരിട്ടും വേദനിക്കേണ്ടി വന്നത് 2 പേർക്കാണ്, എനിക്കും എന്റെ കുടുംബത്തിനും. അത് സത്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ കുടുംബത്തിനുള്ള ആളുകളുടെ കാഴ്ചപ്പാട് തന്നെ അങ്ങ് മാറിപ്പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടെ ചിന്തിക്കാറുണ്ട്, അൻസികൻ ഇങ്ങനെ ഒരു വീഡിയോ ലീക്ക് ആയതിന് പിന്നാലെ ആ കുടുംബത്തിൽ ഇപ്പൊ എന്തായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. മിക്കവാറും അൻസികയ്ക്ക് ഇട്ട് നല്ലോണം വീട്ടുകാർ കൊടുക്കുന്നുണ്ടാകും എന്നൊക്കെ അങ്ങനെ ഇടയ്ക്കിടെ ചിന്തിച്ചു നോക്കാറുണ്ട്. എനിവേ ബാക്കിയോട് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്റെ പ്രവൃത്തിയുടെ വൈകാരിക ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നത് ഞങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങളെ ബാധിച്ചതുപോലെ മറ്റാരെയും എന്റെ പ്രവൃത്തിയെ നേരിട്ട് ബാധിച്ചിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അൻസികക്ക് സ്വന്തം കുടുംബത്തിനെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാമായിരുന്നു. എന്തായാലും ചെയ്തതിന് ശേഷമെങ്കിലും ആലോചിച്ചല്ലോ, വളരെ നല്ല കാര്യം. ബാക്കിയൂടെ നോക്കാം. അതുകൊണ്ടാണ് തുടർന്ന് ഓൺലൈനിൽ ഉണ്ടായ ബുള്ളിങ്ങും ഹറാസ്മെന്റും എനിക്ക് വേദനാജനകമായി മാറിയത്. ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ ആളുകൾ എന്റെ പ്രവർത്തനത്തെ കുറിച്ച് സംസാരിക്കുകയും വിമർശിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അതിനെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില സമയങ്ങളിൽ പ്രതികരണങ്ങൾ വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി. ചിലർ ഈ മുഴുവൻ സാഹചര്യത്തെയും ഒരു പ്രൊജക്ട് പോലെയാക്കി മാറ്റി. താങ്കളുടെ അക്കൗണ്ടുകളിൽ എൻഗേജ്മെന്റ് വർദ്ധിപ്പിക്കാനായി ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ നിർമ്മിച്ചു. അവർക്ക് പരമാവധി ഉപയോഗിച്ചൊരു കണ്ടന്റ് അവസരമായി മാറി. ആ പറഞ്ഞ സത്യമാണ് കേട്ടോ. അത് ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അൻസിക കയറാൻ തുടങ്ങിയ ദിവസം തൊട്ട് ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഡെയിലി അൻസികനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ്. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അൻസികയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് 1-2 വീഡിയോകൾ ചെയ്ത് നമ്മൾ ആ ടോപ്പിക് അങ്ങോട്ട് വിട്ട് അടുത്ത ടോപ്പിക്കും പിടിച്ചു പോയി. പക്ഷെ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലായിരുന്നു കാര്യങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ ഇതന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതൊരു അരോചകമായി മാറിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ഇവിടെ എല്ലാവർക്കും വലുത് റീച്ചാണ് അല്ലേ. റീച്ചിനും പണത്തിനും വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വീഡിയോ ഇടുന്നത്. എല്ലാവരുടെയും ബേസിക് നീഡ് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതിലാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത് അതിൽ ആളുകൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്നുള്ളതാണ്. അതിനൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. നമ്മളൊക്കെ ഏത് കണ്ടന്റ് ചെയ്താലും നമുക്ക് ഒരേപോലെ റീച്ച് കയറാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് ഈ ഹൻസിക കൃഷ്ണയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ
അതേ റീച്ച് തന്നെ നാളെ നമ്മൾ ഏതെങ്കിലും ന്യൂസ് കണ്ടന്റ് ചെയ്യുമ്പോൾ കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ മറ്റു പലരും സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് ഇന്ന് അൻസികന്റെ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ അവർക്ക് ഏതെങ്കിലും ന്യൂസ് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ചിലപ്പം കിട്ടാൻ പോകുന്നത് 1000-2000 വ്യൂസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താണ്? ഇത്തരം റീച്ച് കിട്ടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലരും രേണുസുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കണ്ടന്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം അവർക്ക് വേറെ കണ്ടന്റ് പിടിക്കുന്ന സമയത്ത് റീച്ച് കിട്ടൂല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ വെറും രേണുസുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യും. അതൊക്കെ ഒരു പരിധി വരെ ഓക്കെയാണ്. പക്ഷെ അതിൽ കടക്കുന്ന സമയത്ത് ഭയങ്കര ഓവറാണുള്ളത് പറയാലോ. ഇതൊക്കെ ഞാൻ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ട് വിചാരിച്ച് വെറുതെ വിടും. പക്ഷേ വന്ന് അവരുടെ പ്രവൃത്തികൾ ഞങ്ങളെയും കൂടി പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഇപ്പോൾ വന്ന് അവരുടെ കൂട്ടത്തിൽ ആളുകൾ ഞങ്ങളെയും കൂടി ഇപ്പോൾ ചേർത്ത് വായിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. റിയാക്ഷൻ വ്ളോഗേഴ്സ് അല്ലേ, അവരെല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പലരും ചിന്തിച്ച് വെച്ചേക്കുന്നത്. ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ രോഗിയോട് മോശമായിട്ട് പെരുമാറിയാൽ പോരെ, ആ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർമാരെയും ആളുകൾ മോശമായിട്ട് കാണാൻ തുടങ്ങും. ആ ഹോസ്പിറ്റലിൽ പോകണ്ട, അവിടുത്തെ ഡോക്ടർമാരൊക്കെ കണക്കാണ്, രോഗിയോട് മര്യാദയ്ക്ക് പെരുമാറാറില്ല എന്നായിരിക്കും ആളുകൾ പറയുക അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും 2-3 റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെ പ്രവൃത്തികൾ കാരണം അനുഭവിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള മറ്റുള്ള റിയാക്ഷൻ വ്ളോഗേഴ്സും കൂടിയാണ്. പിന്നെ അവരെ പറഞ്ഞു തിരുത്താൻ പോയിട്ടൊന്നും കാര്യമില്ല, അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അത് വേറെ കാര്യം. എന്തായാലും ബാക്കിയോട് നോക്കാം. ഇത്തരത്തിൽ എന്നെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകളിൽ പലതും അതീവ വേദനിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കുകയും എന്നെ മാത്രമല്ല എൻ്റെ മുഴുവൻ കുടുംബത്തെയും ലക്ഷ്യമാക്കി വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. മറ്റൊരാളുടെ വേദനയിൽ നിന്ന് സംതൃപ്തി കണ്ടെത്തുകയോ സൈബർ ബുള്ളിങ്ങിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവരോട് ഈ ഘട്ടത്തിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ഈ പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ തെറ്റ് മാറ്റിവെച്ചാൽ ഈ മുഴുവൻ അനുഭവവും ആളുകൾക്ക് എത്ര എളുപ്പത്തിൽ മറ്റൊരു മനുഷ്യനോട് ഇത്ര അധികം വിദ്വേഷം പുലർത്താൻ കഴിയുമെന്ന് എന്നെ ചിന്തിപ്പിച്ചു. പ്രത്യേകിച്ച് അവരെ വ്യക്തിപരമായി ബാധിക്കാത്ത ഒരു കാര്യത്തിന്റെ പേര്. അതത്രയേ ഉള്ളൂ. നമ്മളുടെ ഒരു പ്രവൃത്തി മൂലം സോഷ്യൽ മീഡിയയിൽ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ആയി കഴിഞ്ഞാണെങ്കിൽ അത് കാലാകാലമായി സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്നുള്ളതാണ്. അത് 1-2 തവണ ഏറെ കയറിപ്പോയാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ പിന്നെ എന്ത് ചെയ്താലും ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവർക്കും ഹെയ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എന്നെ വെറുക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ അൻസികക്കും ഹെയ്റ്റേഴ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഹെയ്റ്റേഴ്സ് ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താക്കും, നല്ലൊരു അവസരത്തിനായിട്ട് കാത്തിരിക്കും ഇവരുടെ ഹെയ്റ്റ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അവസരം വീണ് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവർ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഇവർ കമന്റ് ബോക്സിൽ മറ്റു വന്നിട്ട് നല്ലോണം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യും. നമ്മളെ മാക്സിമം തെറി വിളിച്ചിട്ട് പോകും. ഇതാണ് ശരിക്കും ഏറി കയറുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. അതിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മാക്സിമം ഏറി കയറാതൊക്കെ നോക്കി കണ്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുക എന്നുള്ളത് അതിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത്. ഇത്രയുമാണ് 2ാമത്തെ പേജിൽ പറയുന്നത്. ഇനി നമുക്ക് 3ാമത്തെ പേജിലേക്ക് പോകാം. ഇതിൽ പറയുന്ന കാര്യമാണ് എനിക്ക് ഒട്ടും ദഹിക്കാൻ പറ്റാത്തത്. ഇതുവരെ ഉള്ളത് ഓക്കെ, ഇനി അങ്ങോട്ട് പുള്ളിക്കാർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നിങ്ങളൊന്ന് നോക്കിയത്. ഞാനിവിടെ സഹതാപം തേടാനോ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ 1 മാസമായി എന്റെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടായിരുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി തുറന്നു പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനി എന്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് 299 രൂപയിൽ നിന്നും 399 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അത് കൂടുതൽ ഊഹാപോഹങ്ങൾക്കും നെഗറ്റിവിറ്റികൾക്കും കാരണമാകുമെന്ന് എനിക്ക് തോന്നി. ആയതിനാൽ ആ സമയത്ത് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ ചാർജ് കൂട്ടിയത്. ഈ പോയിന്റാണ് എനിക്ക് ഒട്ടും സഹിച്ചുകൂടാത്തത്. ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ ചാർജ് കൂട്ടി പോലും 299 റുപ്യ ഉള്ളത് 399 റുപ്യാക്കി പോലും. അത് ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. സാധാരണ എല്ലാവരും ഡിമാൻഡ് കൂടുമ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് കൂട്ടുന്നത്. ഇപ്പൊ പർപ്പിൾ ചേച്ചി അറിയാലോ, ആദ്യമൊക്കെ 399 റുപ്യായിരുന്നു പുള്ളിക്കാരുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിമാൻഡ് കൂടിയപ്പോൾ 30 സബ്സ്ക്രിപ്ഷൻ ചാർജും കൂടി 1000 റുപ്യാക്കി. അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ പലരും സബ്സ്ക്രിപ്ഷൻ ചാർജ് കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. രേണുസുദ്ധി ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ചാർജ് വർദ്ധിപ്പിച്ചു എന്നാണ് കേട്ടത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ മറ്റുള്ള ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ ചാർജ് കൂട്ടുന്നത് കാണുന്നത്. ഓരോരോ ന്യായീകരണങ്ങളെ. എന്തായാലും ഇത് കോമഡി ആയി കേട്ടോ. എന്തായാലും ബാക്കിയോട് നോക്കാം. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും വിശ്വസിക്കാനും പോണില്ല, അത് വേറെ കാര്യം. എന്നാലും ഇത് വല്ലാത്തൊരു ന്യായീകരണമായി പോയി. ബാക്കി പറഞ്ഞാലും എന്റെ സത്യം ആത്മാർത്ഥമായി പങ്കുവെക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് വല്ലാത്തൊരു ആത്മാർത്ഥതയായി പോയി. എന്തായാലും ബാക്കി പറഞ്ഞാലും ഈ സംഭവത്തിന് ശേഷം സബ്സ്ക്രിപ്ഷനുകൾ പെട്ടെന്ന് വർദ്ധിച്ചതിലൂടെ ലഭിച്ച മുഴുവൻ തുകയും ഒരു സാമൂഹിക ആവശ്യത്തിനായി സംഭാവന ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഞാൻ വ്യക്തിപരമായി 1 രൂപ പോലും എടുത്തിട്ടില്ല എന്നും ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ല കാര്യം. അങ്ങനെയെങ്കിലും 4 ആൾക്ക് ഉപകാരം ഉണ്ടായല്ലോ, വളരെ നല്ലത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ചിലപ്പം വീട്ടിൽ നിന്ന് നല്ലോണം താക്കീത് കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ തുണി വെച്ചിട്ട് ആടെ പൈസ കൊണ്ട് ഈ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ട, അത് പുറത്ത് എവിടെയെങ്കിലും കൊടുത്തോ എന്നുള്ളത്. അങ്ങനെ ചിലപ്പോൾ സംഭാവന ചെയ്തതാവാനാണ് സാധ്യത. എന്തായാലും വേണ്ടില്ല, 4 ആൾക്ക് ഉപകാരം ഉണ്ടായല്ലോ. അതുകൊണ്ട് എന്തായാലും ബാക്കിയോട് നോക്കാം. എന്റെ പ്രവൃത്തികൾ കാരണം വേദനിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളിൽ പലരെയും ഞാൻ നിരാശപ്പെടുത്തിയെന്ന് എനിക്കറിയാം. അതെന്നെ ആഴത്തിൽ വേദനിപ്പിക്കുന്നു. പക്ഷെ അതൊരു മോശം തീരുമാനത്തിന് നിമിഷത്തിൽ സംഭവിച്ചതാണെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഉദ്ദേശമോ ദുഷ്ടലക്ഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ അനുഭവം എനിക്ക് കഠിനമായതും വിലപ്പെട്ടതുമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇതെന്നെ കൂടുതൽ വിവേകവും പക്വതയുമുള്ള ഒരാളാക്കി മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സംഭവം ചിലർ എന്നെ
എന്നെ കാണുന്ന രീതി മാറ്റിയിട്ടുണ്ടാകാമെന്ന് ഞാൻ മനസ്സിലാക്കാനൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ്. ഇന്നലെ വരെ അൻസികനെ കണ്ട രീതിയിലായിരിക്കില്ല ഇനി അങ്ങോട്ട് ആളുകൾ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ തുണി അയച്ചാടുന്ന വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം ആളുകൾക്ക് അൻസികയുള്ള കാഴ്ചപ്പാട് എന്തായാലും മാറിയിട്ടുണ്ടാകും. അതിനി മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം അൻസിക കഷ്ടപ്പെടേണ്ടി വരും. ഇനിയിപ്പോ അൻസിക എന്ത് ചെയ്താലും ചിലർ പറയും എന്തായിരിക്കും എന്നറിയോ, എന്തൊക്കെ ചെയ്താലും എന്താ, ഒരു സമയത്ത് തുണി അയച്ചിട്ട് വീഡിയോ ചെയ്തവളല്ലേ ഇവൾ എന്നായിരിക്കും ചില ആളുകൾ പറയുക. അത് മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ ഇത് നല്ല കഷ്ടപ്പാടായിരിക്കും. അതാണ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഈ പറയിപ്പിച്ച സാധനം മാറ്റി പറയിക്കാൻ ഭയങ്കര പാടാണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്നാൽ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയായി എന്നെ കാണുന്നത്, ഇത് മാറ്റില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അത് പറയാൻ പറ്റൂല കേട്ടോ. ഇനി പഴയ പോലെയൊക്കെ ആളുകൾ അൻസികയെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മാറ്റിയെടുക്കണമെങ്കിൽ അൻസിക ഇനി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, കഷ്ടപ്പെടുക തന്നെ വേണം. എന്തായാലും ബാക്കി നോക്കാം. ഞാൻ ഇപ്പോഴും അതേ വ്യക്തിയാണ്. നിങ്ങൾ മുമ്പ് കാണിച്ച അതേ മനസ്സിലാക്കലോടും കരുണയോടും കൂടി എന്നെ ഓർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാലക്രമേണ നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും മറ്റൊരു അവസരം നൽകുകയും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത്. ഈ പ്രയാസകരമായ സമയത്ത് എനിക്കൊപ്പം നിന്ന് എന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും കൂടാതെ നിങ്ങളിൽ പലർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ഹൻസിക. ഇത്രയുമാണ് ഹൻസിക പങ്കുവെച്ച കുറിപ്പെന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ, അത് പറയാതെ വയ്യ. നമ്മളൊക്കെ നടത്തുന്ന വിമർശനങ്ങൾ കാരണം ഒരാളെങ്കിലും മാറി ചിന്തിക്കുന്നുണ്ടല്ലോ, ഒരാളെങ്കിലും തെറ്റ് തിരുത്താൻ തയ്യാറാവുന്നുണ്ടല്ലോ. വളരെ സന്തോഷം അത് കാണുന്ന സമയത്ത്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.